വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൽ ചർച്ചയും തർക്കവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ആയിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത്. എംപിമാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിമാരാകാൻ മോഹമുദിച്ചു എന്നുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് വലിയ ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അടൂർ പ്രകാശ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എംപിമാർ മത്സരിക്കുന്നതിൽ അപാകതയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് ഇതേക്കുറിച്ചുള്ള വലിയ ചർച്ചയാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ആളുകളുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. അവർ എംപിമാർ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, മന്ത്രിസഭയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. 2026 UDF-ന് ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള മോഹം. വടകര MP ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കുമോ എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഷാഫി വടകരയിൽ മത്സരിച്ചതിനെ തുടർന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും പാലക്കാട്ടേക്ക് മടങ്ങി വരുവാൻ ഷാഫി ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2026 പാലക്കാട് അദ്ദേഹം മത്സരിക്കുമെന്നുള്ള പ്രചാരണങ്ങൾക്കിടെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്, അത് കേട്ടു നോക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത വർഷം. അപ്പോൾ ഈ MP-മാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാകും? ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും നടക്കില്ല. പുയ്യാപ്പിളയെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല. ഞാനൊന്ന് പറഞ്ഞു. വടകര മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ UDF MLA-മാരെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ഷാഫി ഇതേക്കുറിച്ച് മറുപടി നൽകിയത്. വടകരയിൽ തന്നെ MP ആയി കാണുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ആദ്യം എനിക്ക് താല്പര്യമുള്ളത് വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് MLA-മാർ UDF MLA-മാർ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ്. ആ ഉത്തരവാദിത്തമാണ് എന്നെ ഇപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ്. അത് പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങളോട് തമാശയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് കൂടുതൽ MLA-മാരുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടും സത്യം പറഞ്ഞൊരു കോൺഗ്രസ് MLA ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി MP ആയി തുടരുമെന്നുള്ള കാര്യമാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കും എന്നുള്ള പ്രചാരണങ്ങൾ ശക്തമാണ്. അതിനിടെയാണ് ഷാഫി മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചാലും വടകരക്കാർ സമ്മതിക്കുകയില്ല, വടകരയിൽ നിന്ന് ഷാഫിയെ വിട്ടുകൊടുക്കുകയില്ല എന്ന രീതിയിലുള്ള പ്രതികരണം സണ്ണി ജോസഫ് നടത്തിയത്. താൻ വടകരയിൽ ഉണ്ടാകും, വടകര മണ്ഡലത്തിൽ പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി MLA-മാരെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഷാഫി പറമ്പിൽ പറയുകയാണ്. കിരൺ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത പട്ടികയിൽ ആരൊക്കെയാണ്, ഏതൊക്കെ MP-മാരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനുള്ള സാധ്യതകൾ നമ്മൾ വിലയിരുത്തിയപ്പോൾ ഷാഫിയുടെ പേര് പറഞ്ഞിരുന്നില്ല. പക്ഷേ അതേ തുടർന്ന് ആ വാർത്ത വന്നതിന് ശേഷം ഷാഫിയുടെ പേരും ഇതിലുണ്ട്. ഷാഫിയും അങ്ങനെ ആഗ്രഹിക്കുന്നയാളാണ്. പാലക്കാട് 2026 ഷാഫി മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ള പ്രചാരണം ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ സണ്ണി ജോസഫും ഷാഫിയും ഈ വിശദീകരണം നൽകിയതോടുകൂടി അത് കെട്ടടങ്ങിയെന്ന് പറയാനാകുമോ? മഞ്ജുഷ, നമ്മൾ കൊടുത്ത പേരുകൾ വളരെ കൃത്യമായി ചർച്ചകൾ നടത്തുകയും ഒക്കെ ആലോചിച്ചും ഒക്കെ കൊടുത്ത പേരുകൾ തന്നെയാണ്. അതിൽ ഷാഫി പറമ്പിലിൻ്റെ പേര് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഷാഫി പറമ്പിലും ഈ പട്ടികയിലുണ്ട് എന്ന മട്ടിലേക്കുള്ള നിരവധി പ്രചരണങ്ങളും ഒക്കെ വന്നിരുന്നു. അതിനുകൂടിയാണ് ഇപ്പോൾ കൃത്യമായി ഉത്തരം നൽകുന്നത്. ഷാഫി പറമ്പിലിന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഷാഫി പറമ്പിലിന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയാണ്. ബാക്കി ലേഖകർ പൂരിപ്പിക്കുകയാണ്, എങ്കിലും അനുവദിക്കില്ല എന്നുള്ളത് അദ്ദേഹം അത് സമ്മതിക്കുന്നു. അത് അങ്ങനെ തന്നെയാണ്. ഷാഫി പറമ്പിൽ അടക്കമുള്ള എല്ലാ MP-മാർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ അത്തരം ഒരു നീക്കം നടത്താൻ ഷാഫി പറമ്പിൽ ഇപ്പോൾ തയ്യാറാവാത്തതിന് കാരണം ഇതുതന്നെയാണ്. ഷാഫി പറമ്പിലിനെ പോലെ വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളെ ഈ കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ നിയമസഭാംഗമായി മത്സരിക്കുക, പിന്നീട് വരുന്ന ലോക്സഭയിൽ ലോക്സഭാംഗമായി മത്സരിക്കുക, വീണ്ടും നിയമസഭ വരുമ്പോൾ നിയമസഭാംഗമായി മത്സരിക്കുക, അത്തരം ഒരു നീക്കത്തിലേക്ക് ഷാഫി പറമ്പിലിനെ പോലെ ആൾ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനാകെ നാണക്കേടാവും, ഷാഫി പറമ്പിലിൻ്റെ പ്രതിച്ഛായയ്ക്ക് മോശമാവും. അത് കോൺഗ്രസ് വടകര പോലൊരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ഇടത് കോട്ടയിൽ നിന്ന് വലിയ മത്സരം നടത്തിയാണ് KK ശൈലജയെ പോലെ ഏറ്റവും ശക്തിയായ ഒരു നേതാവിനെ പരാജയപ്പെടുത്തിയാണ് ഷാഫി പിടിച്ചെടുത്തത്. അത് മറ്റൊരാളെ കൊണ്ട് ചിലപ്പോൾ ആ സാധ്യതയിൽ ഉണ്ടാവണം എന്നില്ല. അത്തരം കാര്യങ്ങളെ കൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ മത്സരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിന് തനിക്ക് മോഹമില്ല എന്ന് എവിടെയും പറയുന്നില്ല. ഷാഫി പറമ്പിലടക്കമുള്ള MP-മാർക്കൊക്കെയും ആഗ്രഹമുണ്ട് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരണമെന്ന്. സംസ്ഥാനത്ത് സ്വാഭാവികമായും പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചാൽ 4ാം തവണ
മത്സരിച്ചിരിക്കുന്ന ഷാഫി പറമ്പിൽ സ്വാഭാവികമായും ഈ തവണ മന്ത്രിയാവേണ്ട ഒരാളാണ്. കേരളത്തിലെ യുവനിരയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മുഖമാണ് കോൺഗ്രസിൽ. അങ്ങനെ പല കാരണങ്ങളാൽ ഷാഫി പറമ്പിൽ മന്ത്രിസ്ഥാനം ഉറപ്പാണ്. പക്ഷേ വരാൻ ഉള്ള സാഹചര്യം നിലവിലില്ല. അത് തന്നെയാണ് കൃത്യമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും രണ്ടുപേരും പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ആഗ്രഹമില്ല എന്ന് എവിടെയും പറയുന്നില്ല. KPCC അധ്യക്ഷൻ്റെ വാക്കുകൾ എനിക്ക് തോന്നുന്നു കുറെ കൂടി അദ്ദേഹം അത്ര തന്ത്രപരമായി വാക്കുകൾ ഉപയോഗിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അദ്ദേഹം കുറെ കൂടി സത്യസന്ധമായി പറഞ്ഞു എന്ന് വേണം കരുതാൻ. ഷാഫി പറമ്പിലിന് ആഗ്രഹമുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവിടെ ലേഖകൻ സമ്മതിക്കില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുതിയാപ്പിളെ വിടാൻ വടകരക്കാർ തയ്യാറില്ല എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ മത്സരിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളത് അദ്ദേഹം വളരെ പച്ചയായി തന്നെ പറയുകയാണ്. ഷാഫി പറമ്പിലും തുടർന്ന് പറയുന്നത് അദ്ദേഹം തമാശയായി പറഞ്ഞതാണെങ്കിലും എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല. വടകരയിൽ കൂടുതൽ കോൺഗ്രസ് MPമാരെയും UDF MLAമാരെയും ഒക്കെ ജയിപ്പിക്കണം, അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഉള്ളിൽ ആഗ്രഹമില്ല എന്നുള്ളതൊന്നും അദ്ദേഹവും പറയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരം ആഗ്രഹങ്ങൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് രണ്ടുപേരൊഴികെ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും ഒഴികെ ബാക്കി എല്ലാവർക്കും വേണമെങ്കിൽ ജയിക്കുന്ന ഒരു സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ മത്സരിക്കാമെന്ന് താല്പര്യമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം പേർക്കും അറിയാം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, അതൊരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ അത്തരം ഒരു ആഗ്രഹത്തിലേക്ക് നിൽക്കുന്നില്ല. പക്ഷേ ചില MPമാർ അങ്ങനെയല്ല, അപ്പോഴും ചില കരുക്കൾ നീക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ മത്സരത്തിന് ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായി തന്നെ അടൂർ പ്രകാശിൻ്റെ പേരും കൊടുക്കുന്നിൽ സുരേഷിൻ്റെ പേരും ആൻറ്റോ ആൻ്റണിയുടെ പേരും ബെന്നി ബെഹനാൻ്റെ പേരും MK രാഘവൻ്റെ പേരും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരും ഒക്കെ വളരെ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞു. ഇവർ ഓരോരുത്തരും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ പലതരത്തിലേക്കുള്ള കരുക്കൾ നീക്കുന്ന ആളുകളാണ്. ഇവരിൽ ചിലരൊക്കെ അവർക്ക് ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കൂടിയാണ്. ശരി, എന്തായാലും ഷാഫി പറമ്പിലിനെ ചുറ്റിപ്പറ്റി കുറേയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. MP ആണെങ്കിലും അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന്. പക്ഷേ ആ അഭ്യൂഹങ്ങൾ തള്ളിക്കളയുകയാണ് KPCC പ്രസിഡന്റും ഷാഫിയും. ന്യൂസ് 18 നേരത്തെ MPമാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള വാർത്ത കൊടുത്തത്. അത് കോൺഗ്രസിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ആ പട്ടികയിൽ ഷാഫിയുടെ പേര് എന്തായാലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റു പേരുകൾ ഇതുവരെ ആരും നിഷേധിച്ചിട്ടുമില്ല. അടൂർ പ്രകാശ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.